ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ റിസൾട്ടിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇത് എൻ്റെ ഒരു ചെറിയൊരു വലിയ റിക്വസ്റ്റാണ്. റെഡി? ശരി. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ് മക്കളെ. ക്രിസ്മസ് എക്സാം ഒരു സംശയവുമില്ല, എക്സാമിനർ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു കാരണവശാലും ഒരു തരി പോലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ നമ്മൾ ഒരുമിച്ച് വേറെ ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കും. ക്രിസ്മസ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വേറെ ലെവൽ കോൺഫിഡൻസ് ആയിരിക്കും. അറിയാലോ, ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ ആ സപ്പോർട്ട് അതിലും ഭീകര സപ്പോർട്ടായിരിക്കും എക്സാമിനർ ക്രിസ്മസ് എക്സാമിന് തരാൻ പോകുന്നത്. അതിനുവേണ്ടി 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണം. കാരണം നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷനെയും അതുവഴി നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷനെയും എഫക്റ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം, ഈ ഞായറാഴ്ച നമ്മുടെ ഈ ചാനലിൽ, അതായത് നിങ്ങളുടെ ഈ ചാനലിൽ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. സമയം താഴെ കാണാം. ആ സമയത്ത് എല്ലാവരും നമ്മുടെ ഈ ചാനലിൽ ഉള്ള എല്ലാ സ്റ്റുഡൻസും, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും, നിങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം. വന്നേ പറ്റുള്ളൂ. 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ ആ ലൈവ്. ആ 10 മിനിറ്റ് നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ലൈഫേ മാറി മറിക്കും. ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ഈ ഞായറാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? റെഡി? ഫസ്റ്റ് കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ക്രിസ്മസ് എക്സാം എന്തിനാ ഇത്രയും സാർ ഭയങ്കര സംഭവമാക്കിയിട്ട് എടുക്കുന്നത്? അതിന് മാത്രമൊക്കെ ഉണ്ടോ? ക്രിസ്മസ് എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെയും വരാൻ പോകുന്നില്ല, മാർക്ക് ഷീറ്റ് എവിടെയും വരാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ഈ ക്രിസ്മസ് എക്സാമിന് ഒരു ഭയങ്കര സംഭവമാക്കുന്നത്, ഹൈപ്പാക്കുന്നത്? 3 കാര്യങ്ങളുണ്ട്. ആ 3 കാരണം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയിട്ട് എടുക്കും. പേടിയോടെ സീരിയസ് ആയിട്ടല്ല, അതിന് വേണ്ട അത്ര സീരിയസ്നെസ് കൊടുത്ത് അതിനെ വാശിയോടെ നേരിടാൻ നിങ്ങൾക്ക് പറ്റും. ഫസ്റ്റ് കാര്യം, ഈ ക്രിസ്മസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാം പോലെ തന്നെ ഒരു പരീക്ഷ തന്നെയാണ്. അതിൽ ഓരോരോ ചാപ്റ്ററിൽ നിന്ന് കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? ഫസ്റ്റ് ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ചാപ്റ്റർ 5, 6, 7 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെറ്റാക്കാം. ഇപ്പം നിങ്ങൾ ഓരോ ചാപ്റ്ററും എങ്ങനെയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് പോരാ ഫൈനൽ എക്സാം. ശരിയല്ലേ? നാളെ ഞാൻ പബ്ലിക് എക്സാം നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ടി വരും. ശരിയല്ലേ? റിവൈസ് ചെയ്യേണ്ടി വരും. ആ റിവിഷൻ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമും കൂടി തീർത്താൽ പബ്ലിക് എക്സാം ആകുമ്പോൾ 2 ചാപ്റ്ററും കൂടി, അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ചാപ്റ്ററും കൂടി പഠിച്ച് അതിൻ്റെ ടെൻഷൻ എടുത്താൽ പോരെ. ഇത്രയും ചാപ്റ്റേഴ്സും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. റിവൈസ് ചെയ്യാം. ഞങ്ങളുണ്ടാവും. ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. ഒന്ന് പഠിച്ചു പോയാൽ മതിയാവും. പക്ഷേ അതിനിപ്പോൾ പഠിക്കാം. അപ്പോൾ പബ്ലിക് എക്സാമിന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോഴാണ് പൊതുവെ എല്ലാവർക്കും ടെൻഷൻ വരും. A+. അപ്പോൾ ആ ടെൻഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ കുറച്ച് എടുക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? ആ ഒരു 2-3 ചാപ്റ്റർ അപ്പോൾ അത് ഇവിടെ നടന്നു കിട്ടും. ആ 5 to 7 ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കുക ഓരോ സബ്ജക്റ്റിലും. ഇപ്പോൾ തന്നെ പഠിച്ചാൽ ആ സമയത്തേക്ക് വെക്കണ്ട. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് ഫസ്റ്റ് പോയിന്റ് ആട്ടോ. ഫസ്റ്റ് പോയിന്റിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് കാര്യം, എക്സാമിൽ സിലബസ് തരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എക്സാമിൽ കുറേ ചോദ്യങ്ങൾ കിട്ടും. ഓക്കെ, കുറേ ചോദ്യങ്ങൾ കിട്ടും. നിങ്ങൾ അലൻ സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മാത്സിൻ്റെ ക്രിസ്മസ് എക്സാം വെയിറ്റേജിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ അലൻ സാർ പറയുന്നുണ്ട്, ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൽ ഇപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിൽ വന്ന മാർക്ക് 20 മാർക്കാണെങ്കിൽ പബ്ലിക് എക്സാമിനേഷനിൽ 10 മാർക്കേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് പെർ ചാപ്റ്റർ ചോദ്യങ്ങൾ കൂടുതലായിരിക്കും, മാർക്കും കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ മനസ്സിലാവുണ്ടോ? അപ്പോൾ അത്രയും ചോദ്യങ്ങൾ പ്രാക്ടീസ് കിട്ടുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? മാത്രമല്ല, നിങ്ങളൊരു എക്സാം എഴുതുന്നതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഓണപ്പരീക്ഷ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുമോ എനിക്കറിയില്ല, വിട്, അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ക്രിസ്മസ് എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്നതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശരിക്കും പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ പേടി കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമൊക്കെ നിങ്ങൾ എഴുതി അത്യാവശ്യം മോശമില്ലാത്തൊരു മാർക്ക് കിട്ടി, ഒരു 90% ഒരു A+ ഒക്കെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം. അതിലും കൂടുതൽ സന്തോഷം നിങ്ങളുടെ പേരൻസിനാവും, നിങ്ങളുടെ ടീച്ചേഴ്സിനാവും. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യം വിടും, ഞങ്ങളുടെ കാര്യമൊക്കെ വിടും. നിങ്ങളുടെ പേരൻസിന് ഒരു സന്തോഷമൊക്കെ വരില്ലേ, ഒരു സമാധാനം വരില്ലേ? ആ ഒരു സമാധാനം കാണാൻ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കില്ലേ? ശരിയല്ലേ? പേരൻസിൻ്റെ സന്തോഷം എല്ലാവർക്കും കുറച്ച് വാല്യൂബിളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ അത് അവരുടെ ഒരു ചിരിയും അവരുടെ സന്തോഷം, അവരുടെ സന്തോഷത്തെ കിട്ടും. സമാധാനം, നിങ്ങൾ അന്നേരം പഠിച്ചോളും, നിങ്ങളുടെ കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനം കാണുമ്പോൾ തന്നെ അത് വേറെ എവിടെയും കിട്ടാത്തൊരു ഫീലിംഗ് ആണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് വാങ്ങിച്ചെടുക്കണ്ടേ? നേരെ മറിച്ച് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മോശമായിട്ട് വെച്ചാൽ അവർക്ക് ടെൻഷനായിരിക്കും. നിങ്ങൾ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടുമോ, മനസ്സിലായി, അവർക്ക് ഫുൾ ടെൻഷനായിരിക്കും. അപ്പോൾ എന്തിനാണ് അവർ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത്? അവർക്ക് ഓൾറെഡി കുറേ ടെൻഷൻ ഉണ്ടാവും ലൈഫിൽ. നിങ്ങളും കൂടെ ടെൻഷൻ ഉണ്ടായിപ്പിക്കണ്ട. അപ്പോൾ ആ ഒരു
സന്തോഷം കാണാൻ വേറെ തന്നെ രസമായിരിക്കും. അപ്പോൾ ആ രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതിനു വേണ്ടി എങ്കിലും പഠിക്കുക. പരീക്ഷ മാർക്കിൻ്റെ കാര്യം വിട്, പേരൻസ് കുറച്ച് സന്തോഷിച്ചോട്ടെ, സമാധാനത്തോടെ ഇരുന്നോട്ടെ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കും കുറച്ച് സമാധാനവും കോൺഫിഡൻസും കിട്ടും. നിങ്ങൾക്ക് സമാധാനത്തിൽ കൂടുതൽ കോൺഫിഡൻസാണ് കിട്ടുക. ക്രിസ്മസ് എക്സാം ആലോചിച്ച് നോക്കി, നന്നായിട്ട് എഴുതി, വീണ്ടും ഞാൻ പറഞ്ഞ പോലെ A+ കിട്ടി, ഒരു വേറെ ലെവൽ കോൺഫിഡൻസ് കിട്ടില്ലേ? പഠിച്ചാൽ എന്നെ കൊണ്ടും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടില്ലേ? പലർക്കും അതാ ഇല്ലാത്ത, കഴിവില്ലാത്തത് കൊണ്ടല്ല. A+ വാങ്ങാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല, പലരും വാങ്ങാറുണ്ട് അല്ലേ? പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് വിചാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല, അത് അയാളെ കൊണ്ട് പറ്റും, അവനെ കൊണ്ട് പറ്റും, ഇവളെ കൊണ്ട് പറ്റും, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും. അത് വെറുതെ ആയുള്ള ധാരണയാണ്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കി ക്രിസ്മസ് എക്സാം, ഒരു വാശിയോടെ ക്രിസ്മസ് എക്സാമിന് അപ്രോച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് A+ കിട്ടും. A+ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ലെവൽ കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും, വേറെ ആരുടെയും എൻ്റെ ഒന്നും മോട്ടിവേഷൻ വേണ്ടി വരില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഫൈനൽ എക്സാമിന് നിങ്ങൾ ഫുൾ A+ തന്നെ വാങ്ങും, ഇത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നേരെ മറിച്ച് ക്രിസ്മസ് എക്സാം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കാണ്ട് നിങ്ങൾ മാർക്കൊന്നും കിട്ടിയില്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. അപ്പോഴാണ് പ്രശ്നം വരിക. നേരെ തിരിച്ചാലോചിക്കുക, കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയി എടുത്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്, ആ വാശിയും ആ ഫയറും നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അല്ല ആദ്യത്തെ 10 സെക്കൻഡിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ട് എന്ന് ഉറപ്പിച്ചോളൂ. എന്നിട്ട് പഠിക്കാൻ റെഡി ആയിക്കോ. പഠിക്കാൻ വേണ്ടി എക്സാമിനർ നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കംപ്ലീറ്റ് അനൗൺസ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുമിച്ചൊരു ടീമായിട്ട് ക്രിസ്മസ് പരീക്ഷനെയും അതിനുശേഷം നമ്മുടെ പബ്ലിക് എക്സാമിനേഷനെയും നേരിടാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് എക്സാമിനർ നിങ്ങളുടെ പുറകിൽ നിന്ന് മക്കളെ അടിച്ച് പൊളിച്ചോളൂ എന്ന് പറയാൻ പോകുന്നത്, കംപ്ലീറ്റ് അനൗൺസ്മെൻറ്റ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ സൺഡേ താഴെ കൊടുത്ത ടൈമിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും ഫ്രണ്ട്സും ഉണ്ടായിരിക്കണം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം, പഠിച്ചു തുടങ്ങാം, വിജയിക്കാം.